Hello everyone and welcome to Mehars kitchen. ഇന്ന് നമുക്ക് ഓണത്തിന് സ്പെഷ്യൽ ഒരു പായസം നോക്കിയാലോ. ഓണത്തിന് ഉണ്ടാക്കാനായിട്ട് ഒരു വെറൈറ്റി ഒരു പായസം ഉണ്ടാക്കിയാലോ. ഈസിയാണ്, സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നോക്കാം, മമ്മി കാണിച്ചു തരും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത് 1.25 ലിറ്റർ പാലാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെറുപയർ പരിപ്പാണ്. ഇത് 2-3 മണിക്കൂർ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/2 കപ്പാണ്. പിന്നെ ഒരു 1/4 കപ്പ് ബാസ്മതി റൈസാണിത്. ബാസ്മതി റൈസും 2-3 മണിക്കൂർ നമുക്ക് നന്നായിട്ട് കുതിർത്ത് വെക്കാം, കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെക്കാം. ഇനി നമുക്ക് ഈ പരിപ്പും അരിയും രണ്ടും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സിയിലെടുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരിത ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പയറും നന്നായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിയണ ആവശ്യമില്ല, ഒരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ പരിപ്പും ഈ റൈസും പാലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5-6 ഏലക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഗ്യാസിൽ വെക്കാം. ഗ്യാസിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളക്കണ വരെ നന്നായിട്ട് ഇത് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് ശരിയാക്കി എടുക്കാൻ. തിളക്കണ വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് പാലെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ടു ലോ ആക്കിയിട്ട് ഇത് അരിയും പരിപ്പും നന്നായിട്ട് വേവണ വരെ വേവിച്ചെടുക്കാം. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇത് കുക്കാണം. അപ്പോൾ നന്നായിട്ടിത് നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ശരിയാക്കി എടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം നമുക്കിത് ശരിയാക്കി എടുക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പരിപ്പ് അടി പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ശരിയാക്കി എടുക്കണം. അപ്പോൾ അരിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഒരു 1/2 മണിക്കൂറോളം, അല്ലെങ്കിൽ ഇത് കുറുകണ വരെ നമുക്ക് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ട് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്. പരിപ്പ് ഇട്ടത് കാരണം പരിപ്പ് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് നന്നായിട്ട് ഇത് 1/2 മണിക്കൂറോളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 1/2 മണിക്കൂറോളം നന്നായിട്ട് പഞ്ചസാര മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടിയും കുറുകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറുക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നട്ട്സും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കിതിലേക്ക് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് സോട്ടേ ചെയ്തെടുക്കാം. ഒന്ന് ചോപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചോക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പായസം ഇവിടെ റെഡിയാണ്. അടിപൊളി പരിപ്പ് കറി കൂടിയുള്ള ഒരു പായസമാണ്. നല്ല ടേസ്റ്റാണ്. വളരെ വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ റെഡിയാവുന്നൊരു പായസമാണ്. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഈ പുതിയ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. നല്ല വെറൈറ്റി ആയ ഒരു പായസമാണ്. നല്ല രസമാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്, പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.